പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ടൈറ്റിൽ എഫക്റ്റ് നമുക്ക് എങ്ങനെ പിക്സൽ ലാബ് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് അധികം ടൈമൊന്നും എടുക്കുന്നില്ല. മാത്രവുമല്ല, അതിന് ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ക്രോമിൽ നിന്നാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഗ്രിൽ സിൽവർ ടെക്സ്ചർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമായത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ സിൽവർ ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് പെയിൻറ്റ് സ്പ്ലാഷ് PNG ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമായത് ലഭിക്കാനായിട്ട് പെയിൻറ്റ് സ്പ്ലാഷ് PNG എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം ആവശ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം യൂസ് ഇമേജ് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഗ്രില്ലിൻ്റെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഗ്രില്ലിൻ്റെ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷേപ്സ് എടുത്തിട്ട് ഇത് ഫില്ലാകുന്ന രൂപത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ റിലേറ്റീവ് പൊസിഷനിൽ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കളർ നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ ആ പെയിൻറ്റ് സ്പ്ലാഷും കൂടി ആഡ് ചെയ്യുകയാണ്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് ആ പെയിൻറ്റ് സ്പ്ലാഷ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ വൈറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതിനായിട്ട് ഇവിടെ എറേസ് കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുമ്പോൾ വൈറ്റ് മൊത്തത്തിൽ പോകും. അതിനുശേഷം അവിടെ കളർ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ, ഇത് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൽ എഡിറ്റിൽ നമുക്ക് ആവശ്യമായ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. മാത്രമല്ല ഇതിന് സ്ട്രോക്ക് വൈറ്റ് കളർ കൊടുത്തിട്ട് വെടുത്ത് നമ്മൾ ഒരു 20 കൊടുക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പാഡിങ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ആ ഫോണ്ട് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എഡിറ്റിൽ പോയിട്ട് ഇവിടെ ഒരു സ്പേസും കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രോബ്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ ആ വൈറ്റ് ഇത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് പാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എല്ലാ ലെയറുകളും സെലക്ട് ചെയ്തിട്ട് മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെർജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എറേസ് കളർ കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം എറേസ് കളർ കൊടുക്കുക. അത് ഫുള്ളായിട്ട് കൊടുക്കുക. അപ്പോൾ അതിലെ വൈറ്റ് ഭാഗം റിമൂവ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലെയറിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി എടുക്കാനുണ്ടാവും. അതൊന്നുകൂടി കോപ്പി എടുത്തിട്ട്
2 ലെയറും എടുത്തിട്ട് മെർജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് സെൻട്രലായിട്ട് അലൈൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടെക്സ്ചറിൽ പോയിട്ട് അതിന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സിൽവർ ടെക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷാഡോ എന്ന് കാണാം, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് 2 ഓഫ്സെറ്റ് എക്സും വൈയും 5 ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എംബോസ് എന്ന് കാണാം, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ എനേബിൾ ചെയ്യുമ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വലിപ്പം കുറയ്ക്കുകയോ ചെയ്യാം. വലിപ്പം കൂട്ടുകയായിരിക്കും നല്ലത്. ഇങ്ങനെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് റെഡിയായി വരും. ഓക്കെ, നമ്മളിതിനെ ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എംബോസൊക്കെ ഒന്ന് നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഫക്റ്റ് ഇവിടെ റെഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഷേപ്സിൽ പോയിട്ട് അത് നമ്മളിതൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഷേപ്സിൽ ചെറിയൊരു ലെയർ എടുത്തിട്ട് നമ്മളതിനെ ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു മൂലയിലോട്ട് ഇതിൻ്റെ ബാക്കിലോട്ടായിട്ട് ആഡ് ചെയ്യുക. ടു ബാക്ക് കൊടുക്കുക. അതിന് ശേഷം അതിനെ മെർജ് ചെയ്യുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എംബോസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ സേവ് ചെയ്യുമ്പം ചിലപ്പം അത് റെഡിയായിട്ട് സേവ് ചെയ്യണമെന്നില്ല, നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ പിന്നെ നമുക്ക് റെഡിയായിട്ട് തന്നെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് അൾട്രാ കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ടു ഗാലറി കൊടുത്താൽ അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.